നമസ്കാരം. ഒടുക്കം അവരത് നേടിയെടുത്തു. നമ്മൾ കുറേ നാളായി ഉറ്റുനോക്കുന്ന ഡൽഹിയിലെ ജന്തർ മന്ദിറിലെ സമരത്തിൻ്റെ ഒടുവിൽ ഒരു ക്ലൈമാക്സ് ഉണ്ടായി. പുതിയ കുട്ടികളാണ്, രാഷ്ട്രീയമൊന്നും അറിയാത്ത വിവരം കെട്ട കുട്ടികളാണ്. നമ്മളോട് കളിക്കാനായോ, ഞങ്ങൾ പണ്ട് ബാബറി മസ്ജിദ് പൊളിച്ച ടീമാണ്, രാമമന്ദിരം ഉണ്ടാക്കിയ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 2014 ആരംഭിച്ച ഭരണം ഈ മൂന്നാം തുടർ ഭരണത്തിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ പീക്കിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ആകെ പെരുവഴിയിലിറക്കുന്ന പിടിപ്പ് കെട്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ചിത്രം നാളുകൾക്ക് മുമ്പ് നാട്ടുകാരുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു. മരണങ്ങൾ, ആത്മഹത്യകൾ, പരീക്ഷാ സമ്മർദ്ദത്തിൽ കുലുങ്ങി ജീവിതം വഴിമുട്ടിയ വിദ്യാർത്ഥികൾ എല്ലാവരും ഒടുവിൽ ഒരു പൊട്ടിത്തെറിയിലൂടെ രംഗത്തേക്ക് വന്നു. അതിന് പ്രത്യേകമായൊരു കാരണമുണ്ടായി എന്ന് മാത്രം. അതിൻ്റെ തുടർച്ചയായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു പാർട്ടി ഉണ്ടായി. അവർ സമരത്തിനിറങ്ങി. സമരം ഇത് വിജയിച്ചെടുത്തിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിരിക്കുന്നു. അതിന് മുന്നോടിയായി ചെയ്ത ഗിമ്മിക്കുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. സമരം ആരംഭിച്ച നാൾ മുതൽ കുട്ടികളെ തലതല്ലി പൊട്ടിക്കുന്ന പോലീസിനെ പുറത്തിറക്കി, കയ്യിൽ ചരടും തലയിൽ കെട്ടും കയ്യിൽ വടിയും കൊടുത്തയച്ച് വാടക ഗുണ്ടകളെപ്പോലെ കൂലി തല്ലുകാരെ പോലീസിനൊപ്പം ഇറക്കിയ ഭരണകൂടം. അതും കഴിഞ്ഞ് ഇൻ്റർനെറ്റ് വരെ കട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനത്തെ ഗിമ്മിക്കായി നരേന്ദ്രമോദി ഇൻസ്റ്റഗ്രാം വെർട്ടിക്കൽ വീഡിയോ ഇട്ടുകൊണ്ട് പാതിരാത്രിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇൻഫ്ലുവൻസർ നാടകം കളിച്ചു. ഒന്നല്ല, 2 നാടകം, 2 വീഡിയോകളിട്ടു. എന്നിട്ടും രക്ഷയില്ലാതെ ഒടുക്കം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിലും പ്രധാനമന്ത്രി രാജിവെച്ചാൽ മതി എന്നൊരു സൂചന ഇന്നലെ CJPക്കാർ നൽകി. ഇവർ ഓരോ ഘട്ടത്തിലും വളർന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആശങ്കയോടെ നോക്കിയിരുന്ന നമ്മുടെ നരേന്ദ്രമോദിക്ക് മുന്നിൽ പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി രാജിവെച്ചാൽ മതി എന്ന് പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു. ഇനിയിപ്പോൾ ഞാൻ രാജിവെക്കേണ്ട അവസ്ഥയിലേക്കാവൂ എന്ന് പറഞ്ഞതോടുകൂടി പ്രധാൻ രാജിവെച്ചോളാം, എന്നെ രക്ഷിക്കൂ, എന്നെ വെറുതെ വിടൂ എന്ന മട്ടിലേക്കായി. ഒടുക്കത്തെ ഇൻഫ്ലുവൻസർ മീഡിയ വീഡിയോയും കഴിഞ്ഞ് വെർട്ടിക്കൽ വീഡിയോയും കഴിഞ്ഞ് പിറ്റേന്നാൾ, അതായത് ഇന്ന് സർക്കാർ ആ തീരുമാനമെടുത്തു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലൂടെ ഒരുപക്ഷെ 2014 മുതൽ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതുപോലെ നരേന്ദ്രമോദി ഈ വർഷങ്ങൾക്കിടയിൽ 2014 മുതൽ 2026 നേരിട്ട ഏറ്റവും ശക്തമായ പ്രതിഷേധത്തിൻ്റെ, സർക്കാരിനെ പിടിച്ചുകുലുക്കുന്ന പ്രതിഷേധത്തിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് തടി കയച്ചിലാക്കി. സർക്കാർ തൽക്കാലത്തേക്കാണെങ്കിലും തടി കയച്ചിലാക്കി. ആ രാജി വിവരം അറിഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മുന്നണി പോരാളി അഭിജിത് ദീപ്കെ ആ സമരപ്പന്തലിൽ രാജിവിവരം അറിഞ്ഞതിന് ശേഷമുള്ള പ്രതികരണം ഇത് ഇങ്ങനെയായിരുന്നു. ഇതൊരു വലിയ സൂചനയാണ്. അത് BJP മുതൽ നമ്മുടെ നാടിനാകെയുള്ളൊരു സൂചനയാണ്. ഭരണകൂടം ഏത് മട്ടിലൊക്കെ ഫാസിസ്റ്റ് രീതിയിലേക്ക് വഴിമാറുന്നു, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നു, അവിടെ മതവും ജാതിയും പറഞ്ഞ് ജനങ്ങളെ തങ്ങളുടെ കൂടെ നിർത്താമെന്നുള്ള കുതന്ത്രങ്ങളുടെ റിസൾട്ട് അവസാനം അനുകൂലമായിരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ചെറിയ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രഖ്യാപിക്കുന്ന ഒരു സംഭവമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അത് യുവാക്കൾ ഒന്നാകെ രംഗത്തിറങ്ങിയതിന് ശേഷമുള്ള റിസൾട്ടാണ് അവരനുഭവിക്കുന്നത്, ദുരന്ത ഫലമാണ് അനുഭവിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ മട്ടിൽ നമ്മൾ പുതിയ തലമുറയുടെ ഭാഷയിൽ സംസാരിക്കണം, അവരുടെ രീതിയിൽ ചിന്തിക്കണം, അവർക്ക് വേണ്ടി പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള മുന്നറിയിപ്പ് ഈ സമരത്തിൻ്റെ ഈ ഏറ്റവും ഒടുവിലത്തെ മാറ്റത്തിൽ, റിസൾട്ടിൽ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അത് കേവലമായി ഏതെങ്കിലും വിധത്തിൽ പാരമ്പര്യ രീതിയിലുള്ള ഏതെങ്കിലും സങ്കുചിത കാഴ്ചപ്പാടോടുകൂടി മതമോ ജാതിയോ രാഷ്ട്രീയ പാർട്ടിയുടെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ശീലങ്ങൾക്കൊക്കെ അപ്പുറത്താണ് അവർ നൽകുന്ന സന്ദേശം. ഒരുപക്ഷെ വല്ലാതെ ഒരു സാധാരണ സമരത്തിനെ ഒക്കെ കാണുന്നത് പോലെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് മുന്നോട്ട് പോയൊരു വലിയ കൂട്ടർ നമുക്കുണ്ട്. ഈ സമര വിജയത്തിൻ്റെ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു 3 പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തേത്, ഈ സമരത്തിൻ്റെ ലക്ഷ്യം എന്താണ്, അത് എത്തിയത് എവിടെ ആണ് എന്നുള്ളതാണ്. കേവലമായ ഒരു പരാമർശത്തിൽ നിന്ന് രൂപം കൊണ്ടു എന്ന് നമുക്ക് പറയാമെങ്കിലും അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വിങ്ങൽ, അവർ ഇത്രയും നാൾ അനുഭവിച്ചിരുന്ന, ഒരു തലമുറ അനുഭവിച്ചിരുന്ന പ്രതിസന്ധി എത്രയോ ആണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറത്തേക്ക് നമ്മളെ നയിക്കുന്ന സാഹചര്യമാണ് പിന്നീട് കണ്ടത്. എന്താണ് സംഭവിച്ചത്? ആദ്യം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ സർക്കാർ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞു പോയി. അവരുടെ ഫെഡറൽ സിസ്റ്റത്തെ തകർത്തുകൊണ്ട് BJPയുടെ സർക്കാർ പ്രാദേശിക ഭരണ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന രീതിയിൽ എല്ലാം കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് കൊണ്ടുപോയി. അത് GST മുതൽ ആരംഭിക്കുന്നു. പിന്നെ ഏതായാലും റേഷൻ വിതരണമായിക്കോട്ടെ, വിദ്യാഭ്യാസം, വീട് വിതരണം പോലെ അങ്ങനെ വിദ്യാഭ്യാസത്തെയും അവർ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉണ്ടാക്കുന്നു. വളരെ സമാധാനപരമായി നമ്മുടെ നാട്ടിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പ്രവേശന പരീക്ഷകൾ, എൻട്രൻസ് പരീക്ഷകൾ അട്ടിമറിക്കും വിധത്തിൽ നാഷണൽ ടെസ്റ്റിംഗ്
ടെസ്റ്റിംഗ് ഏജൻസി മുന്നോട്ട് വരുന്നു. അവരുടെ ചോദ്യപേപ്പറുകൾ വൻകിട കമ്പനികൾ കൊടുക്കുന്നു. ആ വൻകിട കമ്പനികൾ ചോദ്യപേപ്പർ വിൽക്കുന്നു, പരീക്ഷാ ചോദ്യം വിൽക്കുന്നു. എന്നിട്ട് ആ ചോദ്യപേപ്പർ വിറ്റ് വാങ്ങിയ ആൾ അത് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകുന്നു. ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടതിൻ്റെ തുടർച്ചയായിട്ട് പ്രവേശന പരീക്ഷയിലൂടെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ വരുന്ന ഒരു സാധാരണ യുവാവിൻ്റെ ജീവിതം കട്ടപ്പോഹയാക്കുന്ന നീക്കത്തിലേക്ക് ഈ കുതന്ത്രങ്ങൾ, കച്ചവടങ്ങൾ, ഈ ഭരണം മാറി എന്നുള്ളത് തിരിച്ചറിയണം. അങ്ങനെയാണ് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് മാത്രം വെച്ചിട്ടാണെങ്കിൽ 2021 മുതൽ 2026 വരെ ഈ നീറ്റ് പരീക്ഷാ സമ്മർദ്ദങ്ങളുടെ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാത്രമാണ് പറയുന്നത്. 93 കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. 2026 മാത്രം 14 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. കുറഞ്ഞതാണിത്, ഇതൊന്നും ആയിരിക്കില്ല കണക്ക്, ഇത് ഔദ്യോഗിക കണക്ക് മാത്രമാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? സർക്കാർ എന്നിട്ടും ഈ രാമക്ഷേത്രവും മറ്റേ ഓരോ പാഠ്യ പരിഷ്കരണവും ഒക്കെയായി സർക്കാരിൻ്റെ വംശീയ വെറിയെ പ്രചരിപ്പിക്കുന്ന അജണ്ടകളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഈ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ നയത്തിന് വേണ്ടി ഒരു പരിപാടി നടത്താത്ത സർക്കാരാണ് നമ്മുടെ മുമ്പിലുണ്ടായത്. 2021-26 കാലയളവിൽ നീറ്റുമായി ബന്ധപ്പെട്ട 93 ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്ത ഈ സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിലത്തെ വർഷം 14 ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ എന്നാൽ നമ്മുടെ നിയമ സംവിധാനങ്ങളോ അവിടെ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോയാലോ അങ്ങനെ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഹർജി അല്ലെങ്കിൽ ഒരു പരാമർശം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാവുകയാണ് 2026 മെയ് 15 അതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ പോയിന്റ്. അവിടെയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ പരാമർശം. അതായത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ശല്യമായി മാറുന്ന ജെൻസി പിള്ളേരുടെ പ്രാതിനിധ്യത്തെ പരാമർശിച്ചുകൊണ്ട് കോക്രോച്ച് എന്ന പാറ്റ എന്ന് നമ്മൾ വടക്കേ മലബാറിൽ കൂറ എന്ന് പറയുമല്ലോ, പാറ്റകളാണ്, ശല്യക്കാരാണ് എന്ന മട്ടിലുള്ള പരാമർശം നടത്തുന്നത്. അതോടുകൂടിയാണ് ഒരു പ്രധാനപ്പെട്ട മൂവ്മെൻറ്റ് തന്നെ രാജ്യത്ത് അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നൊരു ജനതാ പാർട്ടി CJP രൂപീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുന്നത്. അവർ അന്ന് 3 ആവശ്യങ്ങളാണ്. വളരെ എവിടെയോ ജീവിക്കുന്ന, അമേരിക്കയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ, ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ കുത്തഴിഞ്ഞ സാഹചര്യങ്ങൾ അറിയാവുന്ന അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു അക്കൗണ്ട്, സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത് കോക്രോച്ച് ജനതാ പാർട്ടി. അവർ 3 ആവശ്യങ്ങൾ അന്ന് തന്നെ ഉന്നയിച്ചിരുന്നു. എന്താണത്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, നീറ്റ്, UPSC, SSC പരീക്ഷാ ചോർച്ചകളിലെ കോടതി മേൽനോട്ടത്തിൽ SIT അന്വേഷണം, പരീക്ഷാ സംവിധാനത്തിലെ സമഗ്ര പരിഷ്കാരം, ഏറ്റവും ഒടുവിൽ ഈ സമരത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം പ്രധാനമന്ത്രി മാപ്പ് പറയണം ഈ ജനതയോട് എന്നുള്ള 3 ആവശ്യം. ജൂൺ 6 ജന്തർ മന്ദിറിൽ സമാധാനപരമായ പ്രതിഷേധം ആരംഭിക്കുന്നു. ജൂൺ 20 മുതൽ ജന്തർ മന്ദിറിൽ പ്രതിഷേധം തുടർച്ചയായ ചർച്ചകളിലേക്കൊക്കെ നയിക്കുന്നുണ്ടെങ്കിലും രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. BJP ഈ ഘട്ടത്തിലൊക്കെ ഇതിനെ അടിച്ചമർത്താൻ എല്ലാ വഴികളും തേടുകയാണ്. അവരെ രാജ്യദ്രോഹികൾ, അമേരിക്കൻ ഫണ്ടിങ്, ചൈന ഫണ്ടിങ്, ജിഹാദി ഫണ്ടിങ്, അവർക്ക് അനുകൂലമായി സംസാരിക്കുന്നവരെ, ന്യൂസ് അറ്റ് ഹൗസിലെ വീഡിയോകൾ പോലും വലിയ ആഗോള മറ്റേ ആട് സിനിമയിൽ പറയുന്ന പോലെ നമ്മളൊരു അധോലോക സംഘമാക്കി മാറ്റുന്ന ചിത്രീകരണങ്ങളിലേക്ക്, അത്ര സൂക്ഷ്മമായ എതിർ വികാര പ്രചരണത്തിലേക്ക് സംഘം ഒന്നാകെ മാറി. അത് BJPയുടെ സംവിധാനങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനങ്ങൾ എല്ലാം മാറിയ സാഹചര്യമാണ്. പിന്നീട് ഇവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഗൗരവതരമാണ് എന്നതുപോലും പരിഗണിക്കാതെയുള്ള ആക്ഷേപിക്കലും പരിഹാസങ്ങളും ഒക്കെ നടത്തുകയാണ് ചെയ്തത്. പിന്നീട് ജൂൺ 28 നിർണായകമായൊരു പോയിന്റ്. വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്ക് ജന്തർ മന്ദിറിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുന്നു. സമരത്തിന് ദേശീയ ശ്രദ്ധ ലഭിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികൾ ഒന്നാകെ അവർക്കൊപ്പം പിന്തുണയുമായുണ്ട്. MA ബേബി മുതൽ തോമസ് ഐസക്കും ജോൺ ബിട്ടാസും AR റഹീം അടക്കുന്ന MP മാർ പോകുന്നു. അതോടൊപ്പം തന്നെ ചില ഘടകകക്ഷികൾ, ഇടതുപക്ഷ പാർട്ടികൾ, CPI അടക്കം ഒന്നിച്ചു പോകുന്നു. എന്നാൽ പിന്നീട് സോനം വാങ്ചുക്കിൻ്റെ നിരാഹാര സത്യാഗ്രഹം ക്രൂഷ്യലായി മാറുകയാണ്. അദ്ദേഹത്തെ ജൂൺ 18, 19 തീയതികളിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാകുന്നു, ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ജൂൺ 20 ചലോ സൻസദ് മാർച്ച്, വിഖ്യാതമായ മാർച്ച്, ഇന്ത്യ ചരിത്രത്തിൽ ഇടം നേടിയ മാർച്ച്. ആ മാർച്ച് CJP നടത്തുമ്പോൾ അതിനെതിരെ പോലീസും കൂലി പോലീസും എല്ലാം ഗുണ്ടകളും ഒക്കെ കൂടി മാർച്ചിനെതിരെ നിയമവിരുദ്ധമായ അതിക്രമം നടത്തുന്നു. കുട്ടികളുടെ തല തല്ലിപ്പൊട്ടിക്കുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു, കേസെടുക്കുന്നു. ആ പന്തൽ, സമരപ്പന്തൽ പൊളിച്ചു കളയുകയും ചെയ്തു. എന്നാൽ അവിടെ നിന്ന് പോയ അഭിജിത് ദീപ്കയും സംഘവും അന്ന് രാത്രി 9:30-10 മണിയോടെ തിരിച്ചെത്തി ആ സമരപ്പന്തലിൽ തിരിച്ചു വീണ്ടും സമരം ആരംഭിക്കുകയാണ്. ഒരു സമരത്തെ അടിച്ചമർത്താനും ഈ മട്ടിൽ തലതല്ലി പൊളിച്ച് പുതിയ കുട്ടികളാണ്, അവരൊക്കെ ഒരു അടി വാങ്ങിക്കുമ്പോൾ തിരിച്ചു പോയിക്കോളും എന്നുള്ള ധാരണയോടെ പോലീസ് നീക്കം നടത്താനും അതിൻ്റെ തുടർച്ചയായിട്ട് സമരപ്പന്തൽ പൊളിച്ച് സമരം തന്നെ ഇല്ലാതാക്കാനും നടത്തിയ നീക്കം പക്ഷേ മോദി സർക്കാരിൻ്റെ അവസാനത്തെ ആണിയായിപ്പോയി. അതിനെതിരായ വികാരം രാജ്യമെങ്ങും കൊണ്ടു. അവർ സമരപ്പന്തൽ തിരിച്ചെത്തി അന്ന്
രാത്രി വളരെ വലിയ സഹായമൊന്നും ഇല്ലാണ്ട് തന്നെ അവരവിടെ നിന്നു എങ്കിൽ പോലും രാജ്യമെങ്ങും വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ, പ്രതിഷേധങ്ങൾ മുഖ്യധാര രംഗത്ത് നിന്ന് തന്നെ ഉണ്ടായി. അത് സിനിമയായിക്കോട്ടെ, നാടകമായിക്കോട്ടെ, ചിന്തകരായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയിലെ ഒക്കെ പ്രമുഖരെല്ലാം രാഷ്ട്രീയ ഭേദമന്യേ അവർക്കൊപ്പം അണിനിരക്കുന്ന കാഴ്ചയാണ് വരുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് രാഹുൽ ഗാന്ധി അതിനെതിരായ സമരം തൊട്ടടുത്ത ദിവസം നടത്തുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കാണ് സമരം നടത്തിയത്. അദ്ദേഹത്തിനെ പോലീസ് വലിച്ചിഴച്ചുകൊണ്ട്, ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഇതുപോലെ ഒരു അതിക്രമത്തെ നേരിട്ടിട്ടുണ്ടോ എന്നറിയില്ല, വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ JP നദ്ദയും ജിതേന്ദ്ര സിംഗും കോൺഗ്രസുമായി ചർച്ച നടത്തുന്നു. ആശുപത്രിയിലുള്ള സോനം വാങ്ചുക്കുമായി JP നഡ്ഡ അടക്കമുള്ള ആളുകൾ ചർച്ച നടത്തുന്നു. ഒടുവിൽ 26 ദിവസത്തെ നിരാഹാര സമരത്തിന് ശേഷം 24-ന് സോനം വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിപ്പിക്കുന്നു. ജൂലൈ 20 പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരെ നടപടിയില്ല എന്ന ഉറപ്പോടുകൂടി അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം പിൻവലിച്ചു. ഇതോടുകൂടി പ്രശ്നം അങ്ങ് തടി കൈച്ചലാക്കാമെന്നാണ് BJP സർക്കാർ കരുതിയത്. പക്ഷേ CJP ഉറച്ച നിലപാടിലായിരുന്നു. കോക്രോച്ചുകൾ ഒന്നാകെ ഞങ്ങൾ സമരം പിൻവലിച്ചിട്ടില്ല, പറഞ്ഞ 3 ആവശ്യങ്ങളുമായി അവർ ഉറച്ചു നിന്നു. അങ്ങനെ ജൂലൈ 25, അതായത് ഇന്ന്, ഒടുവിൽ ഉച്ചയോടുകൂടി, ഉച്ചയ്ക്ക് ശേഷം 3:30 ചർച്ച നിശ്ചയിച്ചിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ഇതെങ്ങും എത്തില്ല എന്ന് കരുതി മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി തന്നെ തീരുമാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയും അതിനു മുന്നേ 24-ഉം 23-ഉം പാതിരാത്രികളിൽ തൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ വന്ന് നരേന്ദ്രമോദി അവസാനത്തെ ശ്രമം, 18-ാമത്തെയും 19-ാമത്തേതും ശ്രമങ്ങൾ നടത്തി നോക്കി. ഇൻസ്റ്റഗ്രാം വെർട്ടിക്കൽ വീഡിയോ ഇട്ടുകൊണ്ടുള്ള ഒരു തന്ത്രം നടത്തി നോക്കി. അതൊന്നും ഫലവത്താകില്ല എന്ന ഉറപ്പ് അവർക്ക് ഏകദേശമായി. പ്രധാനില്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നുകൂടി പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോയി കൊടുക്കാം. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലേക്ക് കാര്യങ്ങളെത്തി. അവരൊരു രാജി എന്ന കേവലമായ മുദ്രാവാക്യത്തിലേക്കല്ല അവർ നീങ്ങിയത്. ഈ രാജിയോടുകൂടി ഒരു മുദ്രാവാക്യം അവർ നേടി. രണ്ടാമത്തെ മുദ്രാവാക്യം ഈ കുട്ടികൾക്ക്, മരിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, പരീക്ഷാ സംവിധാനങ്ങളുടെ മാറ്റം, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നടപടി, പോലീസിൻ്റെ ചലോ സൻസദ് മാർച്ചിൽ പോലീസ് നടത്തിയ ക്രൂരമായ നടപടികൾക്കെതിരെ പോലീസിനെതിരായ നടപടി, ഇമാതിരി പോലീസ് ഈ നാട്ടിൽ വേണ്ട എന്നുള്ള സമീപനം. മൂന്നാമതായി രാജ്യത്തോട് മാപ്പ് പറയുക എന്നുള്ളതാണ്. പ്രധാൻ മാപ്പ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ തന്നെ ഏകദേശം മാപ്പ് അപേക്ഷ പോലെയാണുള്ളത്. ഇനി പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വെർട്ടിക്കൽ വീഡിയോയുമായി 3-ാമത്തെ ദിവസം ഇന്ന് രാത്രി മാപ്പ് പറയാൻ എത്തുമോ, അതിലെന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ എന്ന് മാത്രമാണ് നമുക്കറിയാനുള്ളത്. എന്തായാലും രാജ്യം ഇതുവരെ കാണാത്ത വിധം ജെൻസിയുടെ വിപ്ലവകരമായൊരു സമരമാണ് നമ്മൾ കണ്ടത്. അതിന് റിസൾട്ട് ഉണ്ടായി. അത്തരത്തിൽ ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താനുള്ള ഒരൊറ്റ പരിപാടിയും വിജയത്തിലെത്തില്ല എന്ന് തെളിയിച്ചുകൊണ്ടുള്ള സമരത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ക്ലൈമാക്സ് ആണ് കണ്ടത്. മോദിയെ സംബന്ധിച്ച് ഒരു ആൻറ്റി ക്ലൈമാക്സ് ആണ്. അവരുടെ ഈ കാലമത്രയും 2014 ആരംഭിച്ച തേരോട്ടത്തിന് ശേഷം രാഷ്ട്രീയമായ പ്രതികരണങ്ങളും രാഷ്ട്രീയമായ സമരങ്ങൾക്കും അപ്പുറത്ത് പൊതുമധ്യത്തിൽ നിന്ന് ഒരു സമരം ഉയർന്നു വരികയും അതിന് മുന്നിൽ മുട്ടുമടക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് വലിയ സൂചനയാണ്. ഇമാതിരി ഉള്ള സാഹചര്യങ്ങൾ ഏത് ഘട്ടത്തിലും രൂപീകരിക്കപ്പെടാം എന്നുള്ളതാണ്. നമ്മുടെ നാടിൻ്റെ സ്വഭാവം, രാഷ്ട്രീയ സ്വഭാവം മാറുന്നു എന്നുള്ളതിനൊപ്പം തന്നെ ജനങ്ങൾക്ക് പ്രതിബദ്ധതയുടെ മുന്നിലുള്ളൊരു ഭരണകൂടം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിനെതിരെ ഏത് മട്ടിലൊക്കെ പ്രതികരിക്കാനുള്ള സാധ്യത മുന്നിലുണ്ട്. അവിടെ ഏതെങ്കിലും മതമോ ജാതിയോ രാമക്ഷേത്രമോ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. രാജ്യദ്രോഹത്തിൻ്റെ ട്രംപ് കാർഡൊക്കെ ഇപ്രാവശ്യം നിർവീര്യമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാജ്യദ്രോഹം, ചൈന, പാകിസ്ഥാൻ, അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ അവിടെ നിർവീര്യമായി. മാത്രമല്ല ഇൻ്റർനെറ്റ് നിരോധിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി പോലും അവിടെ ഉണ്ടായി. ആ പരിപാടിയെ നിർവീര്യമാക്കുന്ന കൗണ്ടർ സംവിധാനം അവർ കൊണ്ടുവന്ന് അവിടെ ഇൻസ്റ്റാൾ ചെയ്തു എന്നുള്ളതാണ്. അതൊക്കെ ഈ സർക്കാരിനെ പേടിപ്പിച്ച കാര്യങ്ങളാണ്. നമുക്കത് സംബന്ധിച്ച് വിശദമായി മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ വരുന്നുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ വളരെ പോസിറ്റീവായൊരു സമര രംഗത്തെ നമ്മൾ കണ്ടു. അത് വിജയകരമായ ഒരു ഫലവത്തായ ഒരു അന്തരീക്ഷത്തിൽ അതിൻ്റെ ക്ലൈമാക്സ് എത്തിയതും കണ്ടു. അത് ഒരർത്ഥത്തിൽ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും ആരോഗ്യകരമായ ഒരു പോയിൻ്റായി മാറുകയാണ്. ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചൊരു പോയിൻ്റായി മാറുകയാണ്. അഭിജിത്ത് ദീപ്കയും സംഘവും ജെൻസി ഒന്നാകെ നമുക്ക് വഴികാട്ടി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികളടക്കം തിരിച്ചറിയേണ്ട സമയം കൂടിയാണ്. നന്ദി, നമസ്കാരം.